ഇറാൻ ഹോർമൂസ് ഉപരോധിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ ഹോർമൂസ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ഒരു കപ്പലും അവിടെ കടന്നു പോകാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ ഇറാന്റെ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടത്. അതിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിൽ മുട്ടില്ലാതെ LNG എത്തിക്കൊണ്ടിരുന്നതും പാചകവാതകം എത്തിക്കൊണ്ടിരുന്നതും അങ്ങനെയാണ്. ചില ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ അകമ്പടി സേവിച്ചു, ഇറാനിയൻ നാവികസേന അകമ്പടി സേവിച്ചു എന്നുള്ളത് കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടൽ ഉപരോധിച്ച് അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളെ സമ്പൂർണ്ണമായി അമേരിക്കൻ പ്രസിഡന്റ് പ്രതിസന്ധിയിലാക്കാൻ പോകുന്നു. പ്രധാനമായും ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണ്. കാരണം പാകിസ്ഥാൻ നിന്നും മധ്യസ്ഥത വഹിച്ചാൽ ഇറാൻ അത് കേൾക്കില്ല എന്ന് ട്രംപിന് നല്ലതുപോലെ അറിയാം. എന്നാൽ ട്രംപ് ഇന്ത്യയോട് വന്ന് മധ്യസ്ഥത വഹിക്കാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് വന്ന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപിന് പറയാൻ വല്ലാത്ത ജാള്യതയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ബുദ്ധിമുട്ടിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യ മധ്യസ്ഥത ഇതിൽ വഹിക്കുമെന്ന് ട്രംപിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഇന്ത്യയുടെ കഞ്ഞികുടി മുട്ടിച്ച് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ച് ഇറാനോട് മധ്യസ്ഥ ശ്രമങ്ങൾക്കായി നരേന്ദ്രമോദി മുന്നിട്ടിറങ്ങാനുള്ള ട്രംപിന്റെ കുടില ബുദ്ധിയാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. പാകിസ്ഥാനും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ച ഒടുവിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലുള്ള വെടിനിർത്തൽ ശാശ്വത സമാധാനമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം ചീറ്റി. എന്നാൽ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളും തന്ത്രപ്രധാനമായ തടസ്സങ്ങളും ഈ ശ്രമത്തെ പരാജയപ്പെടുത്തി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപ്പാതയായ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയുടെ ഭീഷണിയിലാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹോർമൂസ് ഇനി ഉപരോധിക്കാൻ പോകുന്നത് അമേരിക്കൻ നാവികസേനയാണ്. ഒരു കപ്പലിന് പോലും ഹോർമൂസിലൂടെ ഞങ്ങൾ കടത്തിവിടില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനുമായുള്ള 20 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷം ആണവായുധങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ ഒരു കരാറിലും എത്തിയിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാന്റെ നിർബന്ധം കണക്കിലെടുത്ത് ഇറാൻ സമുദ്ര അതിർത്തി ഉപരോധിക്കാൻ ട്രംപ് US നാവികസേനയോട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്ത്യ ഏത് തരത്തിലും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങണം, ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനാണ് ഭീരുവായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ശ്രമം. ഇത് നരേന്ദ്രമോദിയാണ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.